നിന്റെ കല്യാണക്കാര്യമാണ് ഇവിടെ ചർച്ച. എസ് ഐ നന്ദു ആണോ സാറിന്റെ മനസ്സിലുള്ളതെന്നാ ഞങ്ങളുടെയൊക്കെ സംശയം. ആണെങ്കി നടക്കില്ല. അങ്ങനെ ഒരുത്തി ഈ വീട്ടിലെ മരുമോളായിട്ട് വേണ്ട. നിന്റെ അച്ഛൻ ഇത്തവണ വന്നിട്ട് നിന്റെ കല്യാണം കാണാതെ ഫ്ലൈറ്റ് കയറിയാലും ശരി, അവളെ മരുമോളാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ പച്ചക്കൊടി കാണിച്ചിട്ടാണ് ഇവൻ സന്തോഷത്തോടെ ഇവിടുന്ന് പോയത്. അപ്പോഴും പറഞ്ഞില്ലല്ലോ കല്യാണം കഴിക്കാൻ കണ്ടുവച്ചിരിക്കുന്നതേ അവളെയാണെന്ന്. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ കിടന്ന് ചൂടാവുന്നത്? ആരെ നീ കെട്ടിയാലും അത് അവളെ ആകരുത്, എനിക്കത്രേ ഉള്ളൂ. അമ്മ ഇങ്ങനൊരു തീരുമാനം എടുത്തത് നന്നായി. ഇനിയിപ്പോ നന്ദുവിന്റെ അച്ഛനോടും അമ്മയോടും ഇത് പറയാവല്ലോ. നീ എന്താ ആലോചിക്കുന്നേ? എസ് ഐ നന്ദുവിന്റെ കാര്യം പറയാൻ തന്നെയാ സാറ് വന്നത്. ഇനി അതിപ്പോ പറയണോ വേണ്ടെന്ന് ആലോചിക്കുകയായിരിക്കും. എന്ന് തന്നോട് ആരാ പറഞ്ഞ? എന്റെ മനസ്സ് വായിച്ചെടുക്കാൻ നടക്കുന്ന ഒരാള്. ഇവിടുന്ന് പോയ പോലെ അല്ലല്ലോ പത്മേ നിന്റെ മോൻ തിരിച്ചു വന്നത്. അവന് കാര്യമായിട്ട് എന്തോ വിഷമമുണ്ടല്ലോ. ഇനി എസ് ഐ നന്ദു തന്നെ ആയിരിക്കോ ആ വിഷമത്തിന്റെ കാരണം? എങ്കിലേ അവൻ കുറെ വിഷമിക്കേണ്ടി വരും. അവളെ എനിക്കിഷ്ടമല്ല, അവളുടെ അമ്മ എനിക്കിഷ്ടമല്ല. മുമ്പ് അമ്പലത്തിലൊക്കെ വരുമ്പോ കനക അവിടെ വരുന്ന ചെറുപ്പക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ തിരക്കുമായിരുന്നു. അതിലാരെങ്കിലും കോടീശ്വരന്മാരുടെ മക്കളാണോന്ന് അവള് നോക്കുന്നത്. പിന്നെ പുറത്തിറങ്ങി നോക്കും അവര് വന്നത് ആഡംബര കാറിലാണോന്ന് അറിയാൻ. അവളുടെ ആ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നു എന്നാണ് മൂർത്തി പറഞ്ഞത്. എന്ത് മാറിയെന്ന് പറഞ്ഞാലും ഒരാളുടെ അടിസ്ഥാന സ്വഭാവം ഒന്നും മാറത്തില്ല അച്ഛാ. അങ്ങനെ അത്യാഗ്രഹിയായ ഒരുത്തിയുടെ മോളെ നമുക്ക് വേണ്ട. ആദ്യമായിട്ടല്ലടാ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടത്. എന്നിട്ട് അവള് കൈവിട്ടു പോയി അല്ലേ? എന്തായാലും എനിക്ക് മനസ്സ് കൊടുത്ത നന്ദുവിനെ ഇനി എനിക്ക് വേണ്ട. അവരുടെ പ്രണയത്തിനിടയിലേക്ക് ഞാനൊരു വില്ലനായിട്ട് ഇനി കടന്നു ചെല്ലില്ല. പക്ഷേ അനിയും നിന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. അങ്ങനെ ഒരു സുഹൃത്തിന് അവന്റെ മനസ്സിലെന്താണെന്ന് നിന്നോട് പറയാമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോവില്ലായിരുന്നു. അതിന് അനിക്കും നന്ദുവിനും ചെറിയൊരു ശിക്ഷ കൊടുക്കണം. പ്രത്യേകിച്ച് അനിയെ ഒന്ന് ഭയപ്പെടുത്തണം. അതുകൊണ്ട് അവര് തമ്മിൽ ഒന്നിക്കുന്നതിന് മുൻപ് നീയും ഇതുപോലൊരു നാടകം കളിക്കണം. ആ നാടകത്തിന്റെ ക്ലൈമാക്സിൽ ഞാൻ തന്നെ മുൻകൈയെടുത്ത് അവരെ ഒന്നിപ്പിക്കുകയും ചെയ്യും. പക്ഷെ അവര് രണ്ടാളും ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ ലൈഫ് തുടങ്ങുന്നതിന് മുൻപ് എന്നെപ്പോലെ കുറച്ചൊന്ന് വിഷമിക്കണം. അല്ലെങ്കിൽ തന്നെ അവർക്ക് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാൻ തടസ്സങ്ങൾ ഒരുപാടാണല്ലോ. ഇനി അമ്മ ആഗ്രഹിക്കുന്നത് പോലൊരു പെണ്ണിനെ കണ്ടെത്താൻ എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്നറിയില്ല. എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ നവീനെ പറ്റി ആലോചിക്കായിരുന്നു. ഇനിയിപ്പോ അനിയത്തിക്ക് അവൻ ഭർത്താവായിട്ട് വരാൻ പോകുന്നുണ്ട്, അവനെ പറ്റി കൂടുതൽ ആലോചിക്കും. ഇവിടെ അതൊന്നുമല്ല കാര്യം. മുത്തശ്ശനോട് ഞാൻ നാഗേന്ദ്രൻ അങ്കിളിന്റെ ഭാഗത്തെ ന്യായം പറയാൻ ചെന്നപ്പോ മുത്തശ്ശൻ അത് കേൾക്കാൻ പോലും താല്പര്യം കാണിക്കുന്നില്ല. മുമ്പോ അങ്ങനെ തന്നെയായിരുന്നു. ആ ശങ്കരൻ അങ്കിൾ നടന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശനോട് പറഞ്ഞപ്പോ അന്ന് മുത്തശ്ശൻ ചെവി കൊടുത്തില്ല. അതുകൊണ്ട് എന്തായാലും ഇവിടെ ഒരാളെ രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാലും ഇനി അവരെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. എല്ലാ കാലത്തും അവരവരുടെ സ്വഭാവ ഗുണം കാണിച്ചിട്ടുണ്ട്. ഏതോ നീചയായ സ്ത്രീക്ക് അവരുണ്ടായത്. അതുകൊണ്ടാ അവരിങ്ങനെ ആയിപ്പോയത്.
അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയ അവർക്ക് ഈ രീതിയിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറ്റില്ല. അതുകൊണ്ട് ഇനിയിപ്പോ അവന്തികയുടെ അച്ഛൻ്റെ അടുത്ത് നമ്മൾ കൂടുതൽ നീരസമൊന്നും കാണിക്കണ്ട. പക്ഷെ അയാൾ നമ്മളെയൊക്കെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മൂർത്തി ജ്വല്ലറിയെ തകർക്കുമെന്ന് പറഞ്ഞ് നടക്കുക. അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ പ്രശ്നം അങ്ങനെ കിടക്കുമ്പോ എന്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും വലിയ സങ്കടം ആദർശേട്ടാ. പിണങ്ങിപ്പോയ നന്ദു ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നാ അച്ഛനമ്മയും പറയുന്നത്. അതുപോലെ നവീൻ എന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ആലോചിച്ചു പോയിട്ട് നമ്മളാരും നവീനൊന്ന് വിളിച്ചു പോലുമില്ല. അതിനിപ്പോ എന്താ, ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിക്കാം. ആ ഹലോ ആദർശേട്ടാ. ആ നവീൻ, ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു. ഇങ്ങനൊരു ഇഷ്ടം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ പറയണ്ടേ? ആ ആ, ആ, അത് പിന്നെ ഒന്നും പറയണ്ട. നന്ദുവിന് പറ്റിയ ആള് തന്നെയാ നവീൻ. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടി എപ്പോഴേ കല്യാണം നടത്തി തന്നേനെ. ഇവിടെ നയനമുണ്ട്, ഞാൻ കൊടുക്കാം. ആ നവീനെ, വീട്ടില് വരുകയും പോവുകയൊക്കെ ചെയ്യുമ്പോ ഇങ്ങനൊരു താല്പര്യം മനസ്സിലുണ്ടായിരുന്നല്ലേ? അത് പിന്നെ നയന, ഇനിയിപ്പൊ കിടന്ന് ഉരുളൊന്നും വേണ്ട. അറിയിക്കേണ്ട കാര്യങ്ങൾ എന്റെ അച്ഛനെ അമ്മയെ അറിയിച്ചല്ലോ. അവളെ വീട്ടിൽ നിന്ന് പിണങ്ങി മാറി നിക്ക. എവിടെ ഉണ്ടെന്ന് നവീൻ അറിയോ? ഇല്ല, ഞാൻ നന്ദുവിനെ വിളിച്ചില്ല. അല്ല, നിങ്ങൾ തമ്മിൽ ഇടയ്ക്കൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ വിളിക്കുമ്പോ വീട്ടിലെല്ലാവരും വിഷമത്തിലാണെന്നൊന്ന് പറഞ്ഞേക്കണേ. ഇപ്പോ നവീൻ വന്ന് വീട്ടിൽ പെണ്ണ് ആലോചിച്ചതിന്റെ സന്തോഷം അച്ഛനും അമ്മയ്ക്ക് നല്ലപോലെ ഉണ്ട്. അതോടൊപ്പം നന്ദു വീട്ടിൽ നിന്ന് പോയതിന്റെ വിഷമവും. ഞങ്ങൾ ഇടയ്ക്കേ നവീന്റെ വീട്ടിലേക്ക് വരാട്ടോ. ശരി. നവീനെ എന്തോ ഒരു ചമ്മലുണ്ട്. അത് ഇത്രയും കാലം നന്ദുവിനെ മനസ്സിലിട്ടോണ്ട് നടക്കുമായിരുന്നല്ലോ. അതൊക്കെ നമ്മൾ അറിഞ്ഞതിന്റെ ചമ്മല. എന്തായാലും ഇനി അവരുടെ വിവാഹം വച്ച് താമസിപ്പിക്കണ്ട. നന്ദുവിന് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിലും അതൊക്കെ നീ പറഞ്ഞ് ശരിയാക്കണം. നവീൻ ആയതുകൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ല. എന്ന് മാത്രല്ല, അവൾക്കിനി പയ്യൻ കൊള്ളില്ല എന്നും പറയാൻ പറ്റില്ലല്ലോ. അനിയെപ്പോലെ തന്നെയാ നവീനും. അന്ന് കോടതിയിൽ അവനില്ലായിരുന്നെങ്കിലേ നമ്മളൊക്കെ കുടുങ്ങിയേനെ. അതിന് നന്ദി കാണിക്കാൻ പറ്റിയ സമയം. നമ്മൾ തന്നെ ഈ കല്യാണം മുന്നിൽ നിന്ന് നടത്തി കൊടുക്കണം. അതെ, നയനമോള് വിളിച്ചിട്ട് നന്ദുവിനോട് ഇവിടേക്ക് വരാനൊക്കെ പറഞ്ഞു. എന്നിട്ടും അവള് വന്നില്ലല്ലോ. ഇനിയിപ്പം വഴക്ക് പറഞ്ഞതിന് ഞാൻ അവളോട് മാപ്പ് പറയണമായിരിക്കും. അങ്ങനെ അച്ഛനെ കൊണ്ട് അവള് മാപ്പ് പറയിക്കില്ല. പക്ഷേ ഗോവിന്ദേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞത് കൂടിപ്പോയല്ലേ? അല്ല, അവന്റെ അച്ഛൻ ലീവിന് വരുമ്പോ തന്നെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞോണ്ടേ പെട്ടെന്ന് പെണ്ണ് കാണൽ ഉണ്ടായിരിക്കുമല്ലേ? ആ, എന്ന് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ നവീന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷമേ അവരെല്ലാരും കൂടി ഇങ്ങോട്ട് വരത്തുള്ളായിരിക്കും. എന്തായാലും നയനമോളും ആദർശവും ഒക്കെ ഈ വിവരം അറിഞ്ഞ ശേഷം വലിയ സന്തോഷത്തില്. ആദർശ് അടുക്ക് എന്നെ വിളിച്ചിരുന്നു. ഒരു കാരണവശാലും നവീനെ പോലൊരു പയ്യനെ വിട്ട് കളയരുതെന്നാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, നന്ദുവിന് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിലേ അവര് സംസാരിച്ച് ശരിയാക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, പക്ഷെ എനിക്ക് തോന്നുന്നില്ല നവീന് നന്ദു വേണ്ടാന്ന് പറയൂന്ന്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണല്ലോ കനകെ നമ്മുടെ മക്കൾക്ക് ബന്ധങ്ങൾ വരുന്നത്. നീ കോടികളുള്ള വീട്ടിലേക്ക് മക്കളെ പറഞ്ഞുവിടാൻ ആഗ്രഹിച്ചതാ. ആ ആഗ്രഹം ഇപ്പോ നീ പാടെ നിരസിച്ചു. എങ്കിലും അറിഞ്ഞോ അറിയാതെയോ അതുപോലുള്ള ബന്ധങ്ങളാണ് നമുക്ക് വരുന്നത്. അനന്തപുരിക്കാരെ പോലെ സമ്പന്നരല്ലെങ്കിലും ഒട്ടും മോശമല്ല നരസിംഹൻ സാറും കുടുംബവും. അത് മാത്രമല്ലല്ലോ ഗോവിന്ദേട്ടാ, നവീൻ പേരെടുത്ത വക്കീലല്ലേ. നന്ദുവാണെങ്കിൽ SIയും. രണ്ടാളും നിയമം കൈകാര്യം ചെയ്യുന്നവരാ. അവര് തമ്മിൽ നല്ല ചേർച്ചയായിരിക്കും. അതാണ് എനിക്കും സന്തോഷമായത്.
അതുമല്ല, സാധാരണ പയ്യനാണെങ്കിൽ അവനും അവൻ്റെ കുടുംബവും തിരക്കിൽ നിന്നും തിരക്കിലേക്ക് പോകുന്ന നന്ദുവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണമെന്നില്ല. പക്ഷേ ഇവിടെ ഒരു വക്കീലിന് എസ്ഐയുടെ തിരക്കറിയാം. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള കല്ലുകടിയും ഉണ്ടാവില്ല. ഇനിയിപ്പോ ജാതകമൊന്നും ഞാൻ നോക്കാൻ നിൽക്കുന്നില്ല. അത് അവര് നോക്കിയാലോ? അല്ല, അവര് നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ. എനിക്കിനി നവീനെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല ഗോവിന്ദേട്ടാ. അത്രയ്ക്ക് നന്ദുമോളും നവീനും തമ്മിൽ ചേർച്ചയുണ്ട്. ഈ ബന്ധം നടക്കണേന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. ഈശ്വര, എടാ, വീട്ടിൽ നിന്ന് ഒരുപാട് തവണ വിളിച്ചു. എനിക്ക് അങ്ങോട്ട് പോവാനും തോന്നുന്നില്ല. എന്തായാലും നീ പിണങ്ങി പോന്നതല്ലേ, അതുകൊണ്ട് വിളിച്ചിട്ടെടുത്തില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല. എടാ, അച്ഛന്റെ മെസ്സേജാ. മോളെ, നീ എന്താണ് വിളിച്ചിട്ട് എടുക്കാത്തത്? എന്താ വരാത്തത്? അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക. ഇവിടെ നവീൻ വന്നിരുന്നു. എന്തിനാണെന്ന് നിനക്കറിയാലോ. അതേപ്പറ്റിയൊക്കെ സംസാരിക്കാനാ. ഒന്ന് പെട്ടെന്ന് വാ മോളെ. നമ്മുടെ സംശയം ശരിയായി, അവൻ അവിടെ എത്തി. ഇനിയിപ്പോ ഒരു കാരണവശാലും എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാലേ മൊത്തം നവീനേട്ടനെ കുറിച്ചായിരിക്കും പറയുന്നത്. അവന്റെ അമ്മയും മുത്തശ്ശനും ഒക്കെ സമ്മതം മൂളിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ ഇത്ര ധൈര്യത്തോടെ നിന്നെ സമീപിക്കില്ല, നിന്റെ വീട്ടിലും പോവില്ല. ഇത് വല്ലാത്തൊരു കെണിയാണല്ലോടാ. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകണമെങ്കിൽ ആ കെണിന്ന് പുറത്ത് ചാടിയേ പറ്റൂ. നിനക്കറിയാലോ, ഞാൻ എൻ്റെ മുത്തച്ഛന് മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചെന്ന് സംസാരിച്ചിട്ടില്ല. എന്നാ ഇന്ന് മുത്തച്ഛൻ്റെ മാത്രമല്ല, ആ വീട്ടിലെ മുതിർന്ന എല്ലാവരുടെ മുന്നിൽ നിന്ന് ഞാൻ ധൈര്യത്തോടാ എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞത്. അങ്ങനെ നിശ്ചയം മുടങ്ങിയത്. നന്ദു, അതുപോലെ നീയും ധൈര്യം കാണിക്കണം. ജീവിതത്തിൽ എന്നെക്കാളും തൻ്റെ ഇടമുള്ള ആളാ നീ. പക്ഷേ നീയത് നമ്മുടെ കാര്യത്തിൽ മാത്രം പ്രകടിപ്പിക്കുന്നില്ല. എന്താ പ്രകടിപ്പിക്കേണ്ടത്? നീ പറഞ്ഞതുപോലെ എന്റെ മനസ്സ് നീയാ. അതുകൊണ്ട് നിന്നെ തന്നെ വിവാഹം കഴിക്കത്തുള്ളെന്ന് ഞാൻ പറയണോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ എന്റെ വീട്ടിൽ പിന്നെ യുദ്ധം നടക്കും. അത് മാത്രമല്ലല്ലോ, നിന്റെ അമ്മ മാറാതെ ഒന്നും ശരിയാവാൻ പോകുന്നില്ല. ഇപ്പൊ തന്നെ നീ പറഞ്ഞില്ലേ, നവീനേട്ടൻ അമ്മയുടെ മനസ്സ് മാറ്റിയതുകൊണ്ടാ നവീനേട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്തെന്ന്. അതുപോലെ നിന്റെ അമ്മയും എന്റെ വീട്ടുകാരും നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാ പിന്നെ ഞാനൊന്നും ആലോചിച്ച് സമയം കളയില്ല. എന്റെ 2 ചേച്ചിമാരവിടെ ഉണ്ടെന്നും ഓർക്കില്ല. നമ്മൾ തമ്മിൽ ഉറപ്പായിട്ട് ഒന്നിച്ചിരിക്കും. അവധിയായിട്ടുള്ള നിശ്ചയം ഒഴിഞ്ഞു പോയപ്പോൾ വലിയൊരു ടെൻഷനാ ഒഴിഞ്ഞു പോയത്. അപ്പതേ തൊട്ടടുത്ത നിമിഷം തന്നെ അതിനേക്കാളും വലിയൊരു ബോംബ് വന്നു വീണു. അവന്തിക എന്നെയാണ് തളയ്ക്കാൻ നോക്കിയതെങ്കിൽ ഇപ്പൊ നവീൻ നിന്നെ തേടിയാ വന്നിരിക്കുന്നേ. അവിടെ നീ എന്നെ പോലെ ബോൾഡായ തീരുമാനം എടുത്തേ പറ്റൂ. ആ പറടാ. എടാ, നീ ഇന്ന് നന്ദുവിന്റെ വീട്ടിൽ പോയിരുന്നോ? ആ, വീട്ടിൽ പോയിരുന്നു. എന്നിട്ടേ പറയാനുള്ളതൊക്കെ അവളുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നന്ദുവിനെ ഞാൻ കണ്ടിരുന്നു. നിനക്കല്ലേ എന്റെ കാര്യങ്ങൾ പറയാൻ മടി. പക്ഷേ എന്റെ ആവശ്യമായി പോയതുകൊണ്ടേ ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹലോ. ആ പറയടാ. അവളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ കല്യാണത്തിന് വലിയ താല്പര്യ. നന്ദുവിനും എതിർപ്പില്ല എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ അവൾ എന്നോട് പറഞ്ഞേനല്ലോ. അതുകൊണ്ട് അളിയ,
ഇനി റൂട്ട് ക്ലിയർ ആണ്. അല്ല, നീ എന്താ ഇപ്പൊ എന്നെ വിളിച്ചത്? അല്ല, നീ നന്ദുവിന്റെ വീട്ടിൽ പോയെന്ന് അറിഞ്ഞു. അതറിയാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. ആ എടാ, പിന്നെ ഇങ്ങനൊരു സംഭവം നടന്ന സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു നല്ല ഹോട്ടലിൽ വെച്ച് നിനക്ക് ഞാൻ ചെലവ് ചെയ്യാം. ശരിയടാ, നീ പറഞ്ഞാ മതി, ഞാൻ വന്നോളാം. ഓക്കേടാ. നിന്നെ ഞാനിട്ട് വട്ടം കറക്കൂടാ. അവളെ ഞാൻ കുറെ ടെൻഷൻ എടുപ്പിക്കും, എന്നിട്ടേ ഒന്നിപ്പിക്കത്തുള്ളൂ. നിന്റെ വീട്ടിൽ വന്നവൻ പെണ്ണാലോചിച്ചല്ലേ? അതുപോലെ തന്നെ നിന്നോട് അവൻ പ്രണയം പറഞ്ഞല്ലോ, അതിന് ചെലവ് ചെയ്യാന്ന്. നിന്നെ കാണാൻ പരിചയപ്പെടുകയൊന്നും ചെയ്യണ്ടായിരുന്നു. അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ ആയിരുന്നെങ്കിൽ നിന്റെ റൂട്ട് ക്ലിയർ ആയിരുന്നല്ലോ അല്ലേ? ഇപ്പൊ എടിപിടിയുന്ന അവനുമായിട്ടുള്ള കല്യാണം നടത്തായിരുന്നു. എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ശരി, നവീൻ ഏട്ടനെ എനിക്ക് ആ രീതിയിലൊന്നും കാണാനൊന്നും പറ്റില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ല. പിന്നെ നീ ഇപ്പോ എന്നെ പരിചയപ്പെടണ്ടായിരുന്നു എന്ന് പറഞ്ഞതോ? എങ്കിൽ എന്റെ ടെൻഷൻ കുറഞ്ഞു കിട്ടിയേനെ. നിന്നെ ഇഷ്ടപ്പെട്ടതിന്റെ പേരില് കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് എനിക്ക് ഒരു മനസമാധാനവും കിട്ടിയിട്ടില്ല. പലപ്പോഴും ഇത് കാരണം എന്റെ ഉറക്കം പോലും നഷ്ടപ്പെടുക. ഞാൻ ഇഷ്ടപ്പെട്ട പ്രൊഫഷനാണ് ഞാൻ സ്വീകരിച്ചത്. അതൊക്കെ ആയിട്ട് ഇപ്പൊ സന്തോഷത്തോടെ ജീവിക്കേണ്ടതാ. എടീ, എന്റെ കാര്യം അങ്ങനെ തന്നെയാ. നിന്നെ കണ്ടതുകൊണ്ടാ നിന്നെ ഞാൻ പ്രേമിച്ചത്. അത് കാരണം നിന്റെ അത്രത്തോളം പോലും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ദേ, ഇപ്പൊ തന്നെ കണ്ടില്ലേ, നവീൻ നിന്നോട് അവന്റെ മനസ്സിലുള്ളത് പറയോ ഇല്ലയോ എന്ന ഭയത്തിലായിരുന്നു ഞാനിതുവരെ. ഇപ്പോ നിന്നോട് മാത്രമല്ല, നിന്റെ വീട്ടുകാരോടും പറഞ്ഞു. അവനെപ്പോലൊരുത്തൻ നിന്റെ വീട്ടിൽ ചെന്ന് പെണ്ണാലോചിച്ചാ നിന്റെ അച്ഛനും അമ്മയും അത് വേണ്ടാന്ന് വെക്കോ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നമ്മളെ തമ്മിൽ കണ്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് സമാധാനത്തോടെ ജീവിക്കായിരുന്നു. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നമ്മളെ തമ്മിൽ കണ്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് സമാധാനത്തോടെ ജീവിക്കായിരുന്നു. എന്ന് ഞാൻ കരുതിയിട്ടില്ല. ഇങ്ങനെ റിസ്ക് എടുത്ത് കാണുന്നതിലും ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് ചുറ്റിക്കറങ്ങുന്നതിലും ഞാനൊരു സുഖം കാണുന്നുണ്ട്. നിനക്കും അങ്ങനെ തന്നെയാണെന്നാ എന്റെ വിശ്വാസം. പക്ഷേ നീ ഓവറടാ. ചില നേരത്തൊക്കെ നീ ഒട്ടും മെച്ചൂരിറ്റി ഇല്ലാതെ പെരുമാറുന്ന ഒരുമാതിരി കൊച്ചുകുട്ടികളെ പോലെ. പ്രേമത്തിന് പ്രായമില്ലടി, അതുകൊണ്ടാ അങ്ങനെ. ആ, എന്നാലും ഇനി നിനക്ക് കുറച്ച് മെച്ചൂരിറ്റി വേണം. എന്താണ് നീ ഉദ്ദേശിക്കുന്ന മെച്യൂരിറ്റി? ഇനിയൊരു പക്ഷേ നീ നവീനുമായിട്ടുള്ള കല്യാണം വീട്ടുകാരെല്ലാം കൂടെ ഉറപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഇതിനൊരു തടസ്സമാവാതെ മാറി നിൽക്കണോ? അതിന് നീ വേറെ ആളെ നോക്കിയാൽ മതി. എടാ, ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട പെണ്ണെ തന്നെ ഭാര്യയാക്കണമെന്ന് ഏതൊരാണും ആഗ്രഹിക്കും. എന്നാൽ അതിനേക്കാളാണ് പെൺകുട്ടികളുടെ കാര്യം. അതുകൊണ്ട് നിന്നെ നഷ്ടപ്പെടുന്നത് എനിക്ക് മരിക്കുന്നതിന് തുല്യ. നീ സംശയിക്കുന്നത് പോലും എനിക്ക് പലപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല. നവീൻ നമുക്കിടയിലേക്ക് വന്നാല് നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് എനിക്ക് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ടാ അവന്റെ മനസ്സിലുള്ളത് എന്നോട് പറഞ്ഞപ്പോ അവൻ എൻ്റെ അടുത്ത സുഹൃത്തായിട്ട് കൂടി ഞാൻ നിന്നോടൊന്നും പറയാതിരുന്നേ. അതിന്റെ പേരാ സംശയം. നിനക്കെന്നെ സംശയം ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടായപ്പോ തന്നെ നീ എന്നെ അറിയിക്കേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നവീൻ ഏട്ടനുമായിട്ട് ഞാൻ ഇത്രയൊന്നും അടുക്കില്ലായിരുന്നു. പലപ്പോഴും നവീൻ ഏട്ടന്റെ സഹായം തേടില്ലായിരുന്നു. പറ്റിപ്പോയടി. എനിക്കറിയായിരുന്നു അവൻ എപ്പോഴെങ്കിലും നിന്നോട് അവന്റെ ഇഷ്ടം പറയൂന്ന്. ഞാനും അവന്തികയും തമ്മിലുള്ള എൻഗേജ്മെന്റ് നടക്കാൻ പോകണമെന്ന് അറിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അവനാ. അവന് ചിലപ്പോ ഒരു ഡൗട്ട് അടിച്ച് കാണും, നമ്മൾ തമ്മിൽ എന്തെങ്കിലും അടുപ്പമുണ്ടോന്ന്. ഏയ്, അങ്ങനെ അടുപ്പമുണ്ടെന്ന് തോന്നിയിരുന്നെങ്കിൽ നവീനേട്ടന്റെ ക്യാരക്ടർ വെച്ചിട്ട് പിന്നെ എന്നെ പ്രപ്പോസ് ചെയ്യില്ലായിരുന്നു. അവൻ എല്ലാ അർത്ഥത്തിലും നല്ലവനാ. പക്ഷേ മനസ്സിന് ഇണങ്ങിയൊരു പെണ്ണിനെ കാണുമ്പോൾ ആണിന്റെ സ്വഭാവത്തിൽ മാറ്റം വരില്ലേ? അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ അടിമുടി മാറിയെന്നും വരാം. ഇനി എന്തായാലും പെട്ടെന്നൊന്നും എൻ്റെ വീട്ടുകാര് അവന്തിയായിട്ടുള്ള നിശ്ചയം കല്യാണമൊന്നും നടത്താൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിനക്ക് മുത്തശ്ശനെ അറിയാലോ. ആദർശേട്ടനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് പോലും നല്ലതിന് വേണ്ടിയിട്ടാ.
അങ്ങനെ ഞങ്ങൾ കൊച്ചുമക്കളുടെ നല്ല ഭാവി മാത്രം ആഗ്രഹിക്കുന്ന ഒരു മുത്തശ്ശനാ. അതുകൊണ്ട് എന്നെ ഇനി കൂടുതൽ വിഷമിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവരുടെയൊക്കെ മുന്നിൽ പറഞ്ഞത് എൻ്റെ വിഷമങ്ങളാ. കഴിഞ്ഞ കുറേ നാളായിട്ട് ഞാൻ അനുഭവിച്ച വേദനകളാ. എനിക്ക് ചിലപ്പോൾ വലിയ ബിസിനസ്സുകാരനാവാൻ കഴിയുമായിരിക്കും, അതിലൂടെ കോടികൾ സമ്പാദിക്കാനും കഴിയുമായിരിക്കും. പക്ഷേ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടാൻ പറ്റാത്ത ഒരു കോടീശ്വരനും ജീവിതത്തിലെല്ലാം നേടിയെന്ന് ഇതുവരെ അഹങ്കരിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്നേഹിച്ച പെണ്ണിനൊപ്പമുള്ള ജീവിതത്തിന് കോടികളുടെ സമ്പാദ്യത്തിനേക്കാളും മൂല്യമുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞാൽ അതിനുശേഷവും ഇതൊക്കെ തന്നെ പറയണം കേട്ടോ. അല്ലാതെ ആ സമയത്ത് നിന്നെ പോലൊരു അഹങ്കാരിയെ കെട്ടിയത് കാരണം ജീവിതം തൊലഞ്ഞു പോയെന്നൊന്നും പറയരുത്. സ്നേഹിച്ചു കെട്ടിയവരിൽ കൂടുതലും അങ്ങനെ പറയുന്നവരാ. അങ്ങനെ നീ പറയാതിരുന്നാ മതി. അനന്തപുരിയിലെ പയ്യനെന്നോ മൂർത്തി ജ്വല്ലറിയുടെ MD എന്ന പേരോ എനിക്ക് വേണ്ട. നന്ദു എന്ന നിന്റെ പേരിനൊപ്പം അനി എന്ന എന്റെ പേര് കൂടി ചേർക്കണം. അത് നടക്കണേന്നാ എന്റെ പ്രാർത്ഥന. നവീനെ പോലൊരു പയ്യനെ കിട്ടുക എന്ന് പറഞ്ഞാൽ നന്ദുവിനെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യം. അതുകൊണ്ട് ഉറപ്പായിട്ടും ആ ബന്ധം നടക്കും. ഇനി ഈ ആലോചന നന്ദുവിന് ഇഷ്ടപ്പെട്ട് കാണില്ലേ? അല്ല, സാറിന്റെ അനിയൻ വീട്ടിലുണ്ടോ? ഇല്ല. അപ്പ പിന്നെ അനിയനോടൊന്ന് വിളിച്ചു ചോദിച്ചാൽ ചിലപ്പോ അറിയാമായിരിക്കും. ഇതാണ് നിന്റെ റൂം. എടാ, നമ്മള് സാഹസമാ കാണിക്കുന്ന.